കർത്താവ് യേശുക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയത്തിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് ക്രൂശിനെ കുറിച്ചുള്ള സത്യം, ദ ട്രൂത്ത് എബൌട്ട് ദി ക്രോസ്. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വസിക്കുന്ന അടികളെ പാത്രയുടെ പിതാവേ, അടികൾ ക്രൂശിൻ്റെ സത്യത്തിലേക്ക് പിതാവെ പോകുന്നു. പിതാവേ, അതിന് നമ്മുടെ പാപങ്ങൾക്ക് ദൈവം കൊടുത്ത വില എന്താകുന്നു എന്ന് മനസ്സിലാക്കുവാനും ക്രൂശിൽ എന്താണ് സംഭവിച്ചതെന്നും അടികൾക്ക് മനസ്സിലാക്കി തരാൻ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കാര്യങ്ങളൊന്നും അടിയങ്ങളെ കണ്ണിനെ മറിഞ്ഞിരിക്കാതെ നിന്റെ തിരുവചനത്തിൽ നിന്നും സകലവും അടികൾക്ക് ദൃഷ്ടിയിൽ വരുവാൻ സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞ സകല കാര്യങ്ങളും യേശു നാമത്തിൽ തന്നെ ആമീൻ. അപ്പോൾ ദ ട്രൂത്ത് അബൌട്ട് ദ ക്രോസ്, ക്രൂശിനെ കുറിച്ചുള്ള സത്യം. അപ്പോൾ ഈ ക്രൂശും സുവിശേഷവുമായിട്ടുള്ള ബന്ധത്തെയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. നമുക്ക് ഒരിക്കലും ആർക്കും ത്യജിക്കാൻ പറ്റാത്ത സത്യമാണ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ത്യാഗമാണ്. ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിലെ ഏറ്റവും കേന്ദ്ര ബിന്ദു തന്നെയാണ്. അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം നമ്മൾ അറിയിക്കണമെങ്കിൽ അതിലെന്ത് ഉൾപ്പെടുന്നു? ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം ഉൾപ്പെടുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിലുള്ള ആ ആഴം മനസ്സിലാക്കണം, ആ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിലുള്ള സത്യം മനസ്സിലാക്കണം. കാരണം ക്രൂശിനെ കുറിച്ചുള്ള യഥാർത്ഥ വചനം തന്നെയാകുന്നു സുവിശേഷം എന്ന് പറയുന്നത്. കാരണം ക്രിസ്തുവും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവും ഇതാകുന്നു നമുക്ക് അറിയേണ്ടത്, ഇതാകുന്നു നമ്മൾ ലോകത്തോട് പ്രസംഗിക്കേണ്ടത്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-16 ഇപ്രകാരം പറയുന്നു: പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യാൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പോൾ ഈ സുവിശേഷം വിശ്വസിക്കുക എന്നത് പ്രാധാന്യം അർഹിക്കുന്നു. ഈ സുവിശേഷം വിശ്വസിച്ചാൽ, ഏതിനെക്കുറിച്ചുള്ള സുവിശേഷം? ക്രിസ്തുവും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ജീവിതവും അവൻ്റെ ക്രൂശീകരണം, ഇത് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് നിത്യജീവനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നത്. റോമർ 1:16 പറയുന്നു: സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്ക് ദൈവശക്തിയാകുന്നു. അപ്പോൾ സുവിശേഷം എന്നത് ദൈവശക്തിയാണ്. എന്താണ് ദൈവശക്തി? നമ്മളെ ഒരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ സുവിശേഷം എന്ന ദൈവശക്തിയാണ്. നമ്മുടെ ഏത് പാപങ്ങളായാലും, നമ്മുടെ ഏത് പ്രശ്നങ്ങളായാലും, നമ്മുടെ ഏത് ദുശ്ശീലങ്ങളായാലും ആ ദുശ്ശീലത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ശക്തി ആർക്കുണ്ട്? ക്രിസ്തുവിനുണ്ട്. അത് നമ്മൾ പ്രാർത്ഥനയിൽ അവനോട് ചോദിക്കത്രേ വേണ്ടത്. 1 കൊരിന്ത്യർ 1:18 പറയുന്നു: ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാണ്. ബാക്കിയുള്ളവർക്ക് ഭോഷ്കാണ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ആ ക്രൂശിൻ്റെ വചനം കൊണ്ട് ഒരു ഉപയോഗമില്ല. അവരുടെ പാപത്തിൽ നിന്ന് അവർക്ക് രക്ഷിക്കാൻ സാധിക്കുന്നില്ല, അവരുടെ അതേ പാപവ്യവസ്ഥയിൽ തുടർന്ന് പോകുന്നു. പക്ഷേ രക്ഷിക്കപ്പെടുന്ന നമുക്കോ? അപ്പോൾ ഇന്ന് ക്രൂശിൻ്റെ വചനം എനിക്ക് ദൈവശക്തിയാണോ ഭോഷ്കാണോ? ആ ക്രൂശിൻ്റെ വചനം, ആ ക്രൂശ് കാരണം എനിക്ക് എൻ്റെ ദുശ്ശീലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നുണ്ടോ? എൻ്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടാൻ സാധിക്കുന്നുണ്ടോ? എൻ്റെ പ്രകാരമുള്ള സ്വഭാവത്തിൽ നിന്നും എനിക്ക് രക്ഷ നേടാൻ സാധിക്കുന്നുണ്ടോ? ഈ ചോദ്യം നമ്മൾ ചോദിക്കണം. എന്തുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു മരിക്കേണ്ടത്? നമ്മൾ പലപ്പോഴും ദൈവത്തെക്കുറിച്ച് തെറ്റായിട്ടുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ട് കേട്ടോ. നമ്മൾ കാണുന്നത് കൂടുതൽ പിതാവേ ദൈവം കൂടുതൽ സ്വച്ഛാധിപതിയാണ്, ഭയങ്കര സ്ട്രിക്റ്റാണ്, ദൈവം നമ്മളധികം സ്നേഹിക്കുന്നില്ല, ക്രിസ്തു ഇതെല്ലാം ചെയ്ത് തിരിച്ച് ദൈവത്തെ നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയല്ല. തിരുവചനം വ്യക്തമാക്കുന്നു. റോമർ 6:23, പാപത്തിൻ്റെ ശമ്പളം മരണം അത്രേ. യെശയ്യാവിൻ്റെ പ്രവചനം 53-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു: ആർ വിചാരിച്ചു അവൻ ദൈവത്താൽ ശിക്ഷിക്കപ്പെടുകയും ദണ്ഡിക്കപ്പെടുകയും ചെയ്തു എന്ന്. പക്ഷേ ഇതൊരിക്കലും ക്രിസ്തു എന്ത് ചെയ്യുന്നില്ല, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി പിതാവിലേക്ക് കൊടുക്കുന്ന വിലയല്ല, പക്ഷെ നേരെ മറിച്ച് ദൈവം കൊടുക്കുന്ന വിലയാണ്. ക്രൂശ് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മരണം ക്രിസ്തു പിതാവിന് കൊടുക്കുന്ന വിലയല്ല, അല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കാനും നമ്മളെ സ്നേഹിക്കാനും പിതാവിന് കൊടുക്കുന്ന വിലയല്ല, പക്ഷെ നേരെ മറിച്ച് പിതാവായ ദൈവവും ക്രിസ്തുവും നൽകിയ വിലയാണ്. കാരണം പാപം ചെയ്യുന്ന ദേഹി എന്ത് ചെയ്യണം? മരിക്കണമെന്നാണ് റോമർക്കെതി ലേഖനത്തിൽ വ്യക്തമാക്കുന്നത്. യെശയ്യാവിൻ്റെ പ്രവചനം 53-ാം അധ്യായം 4 മുതൽ 6 വായിക്കുകയാണെങ്കിൽ: സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമ നിമിത്തം മുറിവേറ്റും നമ്മുടെ അതിക്രമ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിലുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യവും വന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെ അകൃത്യവും അവൻ്റെ മേൽ ചുമത്തി. ക്രിസ്തു ഈ കഷ്ടപ്പാട് അനുഭവിച്ചത്
ക്രിസ്തു ഈ കഷ്ടപ്പാട് സഹിച്ചത്, ദുഃഖം വഹിച്ചത് ഏതോ ഒരു ദുഃഖമല്ല, ഏതോ ഒരു കഷ്ടപ്പാടല്ല, എൻ്റെയും നിങ്ങളുടെയും ദുഃഖമാണ്. ആ ക്രൂശ് മരണത്തിൽ കൂടെ, ആ കഷ്ടപ്പാടിൽ കൂടി എനിക്കും നിങ്ങൾക്കും സൗഖ്യമുണ്ട്, എനിക്കും നിങ്ങൾക്കും മോചനം ഉണ്ട്. ഇതൊരിക്കലും ദൈവത്തെ പ്രീതിപ്പെടുത്താനോ ദൈവത്തെ നമ്മളോട് നിരപ്പിലാക്കാനോ വേണ്ടിയല്ല, എന്നെയും നിങ്ങളെയും ദൈവത്തിലേക്ക് നിരപ്പിലാക്കാൻ വേണ്ടിയാണ്. ഞാൻ പറയുന്നതിൻ്റെ സാരം മനസ്സിലാകുന്നുണ്ടോ? ഈ ക്രൂശ് പിതാവിലേക്ക് നൽകുന്ന വിലയല്ല, നേരെ മറിച്ച് ദൈവം കൊടുക്കുന്ന വിലയാണ്. എന്തിനു വേണ്ടി? എന്നെയും നിങ്ങളെയും ദൈവം സൗജന്യമായി നൽകുന്ന ആ പാപക്ഷമ ലഭിക്കാൻ, സ്വീകരിക്കാനുള്ള അവസ്ഥയിലേക്ക് എന്നെ നിങ്ങളെയും എത്തിക്കാൻ വേണ്ടി കൊടുക്കുന്ന ദൈവത്തിൻ്റെ വിലയാണ്. ഇത് മനസ്സിലാക്കി വേണ്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തു നമ്മളെ വിലയ്ക്ക് വാങ്ങിയതിൻ്റെ വില തന്നെയാണ്. പക്ഷേ കർത്താവ് യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നില്ല? ഈ വില കൊടുക്കുന്നത് പിതാവിലല്ല, പക്ഷേ എന്നെയും നിങ്ങളെയും ആ ക്രിസ്തുവിൽ ക്രൂശിൽ കാണുന്ന ആ പാപക്ഷമ നമുക്ക് സ്വീകരിക്കാൻ, ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ, അത് നമ്മുടെ ജീവങ്ങളെ മാറ്റാൻ അവസ്ഥയിലെത്തണം. അതിനുവേണ്ടി ദൈവം നൽകിയ വിലയാണ്. അത് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. അപ്പോൾ എന്താണ് ഈ പാപം? ഇത്രത്തോളം വലിയ വില നൽകി ആ പാപത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങാൻ എന്താണ് പാപം? അപ്പോൾ പാപത്തിൻ്റെ ആ ഭീകരത നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് പാപം എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. 1 യോഹന്നാൻ 3:4 പറയുന്നു, പാപം ചെയ്യുന്നവൻ എല്ലാം അധർമ്മം ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. ട്രാൻസ്ഗ്രഷൻ അല്ലേ, ഓർ ദി ബ്രേക്കിംഗ് ഓഫ് ഗോഡ്സ് ലോ. പക്ഷേ പാപത്തിൻ്റെ കൂടുതൽ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് അതിൻ്റെ വിലയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. യെശയ്യാവ് 59:1 ഉം 2 ഉം വാക്യങ്ങൾ വായിച്ച് നോക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെ തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം നിങ്ങളുടെ മുഖത്തെ മറക്കിമാറാക്കിയത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് ചിന്തിക്കുക. ഈ വചനം അനുസരിച്ച് പാപമാണ് എന്നെയും ദൈവവും തമ്മിൽ വേർപിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം, തിരുവചന പ്രകാരം ദൈവം സർവ്വവ്യാപിയാണ്. ഗോഡ് ഈസ് ഒമ്നി പ്രസൻറ്റ്. ദൈവം എവിടെ പോയാലും അവൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പാപം അവനിൽ നിന്ന് നമ്മളെ വേർപിരിക്കുന്നത്? നമ്മൾ എവിടെ പോയാലും ആരുണ്ട്? അവിടെ ദൈവമുണ്ട്. പക്ഷെ പാപം എങ്ങനെ എന്നെ ദൈവത്തെ തമ്മിൽ വേർപിരിക്കും? ഇത് നമുക്ക് വായിക്കാം. സങ്കീർത്തനം 139:7-10 അത് വ്യക്തമാക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്, ഞാൻ ഉഷസ്സിന് ചെറുക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിൻ്റെ കൈ എന്നെ നടത്തും, നിൻ്റെ വലം കൈ എന്നെ പിടിക്കും. അപ്പോൾ നമുക്ക് ദൈവത്തെ ഭയന്ന്, ദൈവം കാണാതെ ദൈവത്തിൽ നിന്ന് വേർവിട്ട് നടക്കാൻ നമുക്ക് എവിടെ പോയാലും സാധിക്കില്ല. കാരണം ദൈവം സർവ്വവ്യാപിയാണ്. ഗോഡ് ഈസ് ഒംനിപ്രസന്റ്. അപ്പോൾ എങ്ങനെയാണ് പാപം സർവ്വവ്യാപിയായ ദൈവത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത്? കാരണം എവിടെ പോയാലും ദൈവമുണ്ട്. അപ്പോൾ എന്നെ പാപം എങ്ങനെ വേർപിരിക്കും? ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. യാക്കോബിൻ്റെ ലേഖനം 1:15 വായിക്കുമ്പോൾ, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ വരുന്നു. ഈ പ്രപഞ്ചത്തിൽ, ഈ സൃഷ്ടിപ്പിൽ, എക്സിസ്റ്റൻസിൽ എവിടെ പോയാലും ദൈവമുണ്ട്. അപ്പോൾ നമ്മളും ദൈവം നമ്മൾ വേർപിരിയുന്ന എവിടെ മാത്രമാണ്? നോൺ എക്സിസ്റ്റൻസിൽ. നമുക്ക് നിലനിൽപ്പില്ല എങ്കിൽ, നമ്മളില്ല എങ്കിൽ ദൈവം നമ്മളും ദൈവവും തമ്മിൽ വേർപിരിച്ചിരിക്കുന്നു. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? കാരണം തിരുവചനം പറയുന്നു, പാപം മരണത്തെ പ്രസവിക്കുന്നു. അപ്പോൾ പാപം എന്ത് ചെയ്യുന്നു? ജീവൻ്റെ സ്രോതസ്സായ ദൈവത്തിൽ നിന്നും വേർപിരിച്ച് നമുക്ക് മരണം കൊണ്ടുവരുന്നു. ആ മരണം എന്താണ്? കംപ്ലീറ്റ് നോൺ എക്സിസ്റ്റൻസ് ആണ്. ഇപ്പോൾ ജനങ്ങൾ പോകുന്ന ഈ മരണത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, അതൊരു ഉറക്കം മാത്രമാണ്. പക്ഷെ ഇവിടെ പറയുന്ന പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണം എന്നേക്കുമുള്ള മരണമാണ്. പിന്നെ ഒരു നിലനിൽപ്പില്ല. ദർ ഇസ് നോൺ എക്സിസ്റ്റൻസ്. അപ്പോൾ എവിടെ പോയാലും ദൈവമുണ്ടെങ്കിൽ, ദൈവത്തെ ഭയം നമുക്ക് എവിടെയും പോകാൻ സാധിക്കില്ല എങ്കിൽ, പാപം നമ്മളെ വേർപിരിക്കുന്നുവെങ്കിൽ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, പാപം നമ്മളെ നോൺ എക്സിസ്റ്റൻസിലേക്ക് കൊണ്ടെത്തിക്കും, സർവനാശത്തിലേക്ക് കൊണ്ടെത്തിക്കും, ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. കാരണം പാപം എന്നെയും ദൈവം തമ്മിൽ വേർപിരിക്കുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് പാപത്തിന് ഇത്രയും വലിയൊരു വില നൽകാൻ സാധിക്കുന്നത്. കർത്താവ് യേശുക്രിസ്തു മാത്രമാണ് ആ മരണത്തെ തോൽപ്പിച്ച്, ആ ഗ്രേവിനെ തോൽപ്പിച്ച് വെളിവരാൻ സാധിച്ചത്. കാരണം ക്രിസ്തു എന്ത് ചെയ്തിട്ടില്ല?
അവൻ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ല. കാരണം പാപം നമ്മൾ എവിടെ കൊണ്ടെത്തിക്കും? നോൺ എക്സിസ്റ്റൻസിൽ, മരണത്തിൽ. അതുകൊണ്ടാണ് അത് പാപം എന്നെയും ദൈവം തമ്മിൽ വേർപിരിക്കുമെന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. 1 പത്രോസ് 2:22 പറയുന്നു, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ക്രിസ്തു എന്ത് ചെയ്തിട്ടില്ല? ഒരു പാപം ചെയ്തില്ല. അതുകൊണ്ട് ക്രിസ്തുവിന് ആ മരണത്തെ അതിജീവിക്കാൻ അവന് സാധിച്ചു. എബ്രായർ 4:15 നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അവനിൽ പാപമില്ലാത്തത് കൊണ്ട്, അവൻ പാപം ചെയ്യാത്തത് കൊണ്ട് അവനെ പിടിച്ചെടുക്കാൻ മരണത്തിന് സാധിച്ചില്ല. ആ മരണത്തിൻ്റെ ആ വിലയാണ് ആര് കൊടുത്തത്? ക്രിസ്തു നൽകിയത്. അപ്പോൾ പാപത്തിൻ്റെ വില എന്താണ്? എന്നെയും ദൈവം തമ്മിൽ എന്നേക്കും വേർപിക്കുന്നു. ഇതാകുന്നു പാപത്തിൻ്റെ യഥാർത്ഥ നിറം. അതുകൊണ്ട് തന്നെ പാപത്തിന് ശമ്പളം മരണമാകുന്നു എന്ന് പറയുമ്പോൾ അതൊരിക്കലും ദൈവത്തിൻ്റെ ഒരു നിഷ്കർഷമായിട്ടുള്ള മനോഭാവമല്ല, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വെഞ്ചൻസോ ദൈവത്തിൻ്റെ പ്രതികാരമോ ഒന്നുമല്ല. ക്രിസ്തുവിനെ അല്ലെങ്കിൽ ദൈവത്തെ തിരസ്കരിക്കുമ്പോൾ, കാരണം ക്രിസ്തു തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. നമ്മൾ ദൈവത്തിൽ കൂടിയാണ് നമ്മൾ ചരിക്കുന്നതല്ല. അപ്പോസ്തലപ്രവൃത്തികൾ 17:28 എന്താണ് പറയുന്നത്? അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവൻ്റെ സന്താനമല്ലോ എന്നും പറഞ്ഞിരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 17:28 നമ്മുടെ എക്സിസ്റ്റൻസ്, നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ ശ്വസിക്കുന്നത്, നമ്മൾ ഇരിക്കുന്നതെല്ലാം അവനിലാണ്. നമ്മൾ അവനിൽ നിന്ന് വേർപെട്ടാൽ നമുക്ക് എന്തില്ല? ജീവനില്ല. അതുകൊണ്ട് തന്നെ മരണം എന്ന് പറയുന്നത്, നിത്യനാശം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ പ്രതികാരമല്ല. പക്ഷെ നമ്മൾ ക്രിസ്തുവിനെ തിരസ്കരിക്കുമ്പോൾ, ക്രിസ്തുവിൽ നിന്ന് വിട്ടുമാറുമ്പോൾ ഉണ്ടാകുന്ന അനന്തരഫലമാണ്. അത് ദൈവം എന്ത് ചെയ്യുന്നു? നമ്മുടെ ജീവിതത്തിൽ, ഈ ഭൂമിയുടെ നമ്മുടെ ഈ ജീവിതത്തിൽ ദൈവം നമ്മളെ നടത്താൻ നമ്മൾ അനുവദിക്കുന്നില്ല എങ്കിൽ, അവൻ്റെ കരം പിടിച്ച് അവൻ നടത്തുന്ന വഴിയിലേക്ക് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ, അവൻ്റെ കരം വിട്ട് അവൻ്റെ ഇഷ്ടമല്ലാത്ത രീതിയിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ദൈവം അവസാനം ആ കാര്യം ദൈവം സമ്മതിച്ച് നൽകും. ദൈവം എന്തു ചെയ്യും? കാരണം നമ്മൾ നേരത്തെ വായിച്ച വചനം പോലെ എവിടെ പോയാലും ദൈവമുണ്ട്. അവനെ വിട്ട് പറയുന്നത് നിങ്ങൾക്ക് എവിടെയും പോകാൻ സാധിക്കില്ല. നിങ്ങൾക്ക് അവനില്ലാതെ ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏക സ്ഥലം മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് നോൺ എക്സിസ്റ്റൻസ്. നിങ്ങൾ ഇല്ലാതെയാകണം. അതൊരു അനന്തരഫലമാണ് പാപത്തെ എന്നേക്കുമായിട്ട് തിരസ്കരിക്കുമ്പോൾ. കാരണം ദൈവത്തിൽ നിന്നും വെളിയിൽ എന്തില്ല? ഒന്നുമില്ല. അതിന് അവൻ ഒന്നും ചെയ്യേണ്ട. അവനിൽ നിന്ന് ജനം വേർപിരിയുമ്പോൾ അത് ദൈവം എന്ത് ചെയ്യുന്നു? അനുവദിക്കും. കാരണം അവനിലാണ് ജീവൻ ഉള്ളത്. കാരണം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ എന്താണ്? ജീവൻ മനുഷ്യരുടെ വെളിച്ചമെന്ന്, അത് അവനിലുണ്ട് എന്ന് തിരുവചനം നമുക്ക് എന്ത് ചെയ്യുന്നു? വ്യക്തമാക്കുന്നു. ദൈവത്തിലാണ് ജീവനുള്ളത്. ആ ജീവനാണ് നമ്മൾ ലഭിച്ചാൽ നമ്മൾ ജീവിക്കുന്നത്. ആ ദൈവത്തിൽ നിന്ന് വേർപിരിഞ്ഞാൽ, പാപം നമ്മൾ വേർപിരിക്കുമ്പോൾ അത് നമ്മളെ ഒന്നുമില്ലായ്മയിലേക്ക് എത്തിത്തീരും. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ക്രൂശ് എന്ന് പറയുന്നത്, കാൽവരിയിലെ ക്രൂശ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി, ഈ ക്രൂശ്, മരണം എന്ന് പറയുന്നത് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനോ ദൈവത്തെ നമ്മളോട് നിരപ്പിക്കാനുള്ളതല്ല, എന്നെയും നിങ്ങളെയും ദൈവത്തോട് നിരപ്പിക്കാനുള്ളതാണ്. അതേപോലെ ഈ ക്രൂശ് ഒരിക്കലും നമ്മുടെ കുറ്റബോധത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നതല്ല. കാരണം ക്രിസ്തുവിനോട് കൂടെ നമ്മളും മരിക്കുകയാണ്. പുറപ്പാട് 34:5-7 വായിക്കുന്നു, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. അതേപോലെ ഗലാത്യർ നമ്മൾ വായിക്കുമ്പോൾ 2:20 നേരത്തെ വായിച്ച വാക്യമാണ്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല. അപ്പോൾ ക്രിസ്തു മരിക്കുമ്പോൾ അവനോടൊപ്പം ആരും മരിക്കുന്നു? ഞാനും നിങ്ങളും മരിക്കുന്നു. കാരണം പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അതിനുവേണ്ടി ക്രിസ്തു ഞാനും നിങ്ങളുമായി തീരുന്നു. ക്രിസ്തു പരിപൂർണ മനുഷ്യരായി തീരുന്നു. എസെക്കിയേൽ 18:20 എന്താണ് വായിക്കുന്നത്? പാപം ചെയ്യുന്ന ദേഹി മരിക്കും, മകൻ അപ്പൻ്റെ അകൃത്യവും വഹിക്കേണ്ട, അപ്പൻ മകൻ്റെ അകൃത്യവും വഹിക്കേണ്ട, നീതിമാൻ്റെ നീതി അവൻ്റെ മേലും ദുഷ്ടൻ്റെ ദുഷ്ടത അവൻ്റെ മേലും ഇരിക്കും. ക്രിസ്തു നമുക്ക് എല്ലാവർക്കും വേണ്ടി മരണം രുചിക്കാൻ അവന് സാധിച്ചത് അവൻ മനുഷ്യൻ ആയതുകൊണ്ടാണ്. എബ്രായർ 2:4 നമുക്ക് 9 വായിക്കാൻ സാധിക്കുന്നു. എബ്രായർ 2:9, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. അപ്പോൾ നമുക്ക് വേണ്ടി മരിക്കാൻ,
നമ്മളാകുവാൻ, ആരുടെ പാവങ്ങളാണ് അവൻ വഹിക്കുന്ന? നമ്മുടെ പാവങ്ങളാണ്. അപ്പം നമ്മളാകുവാൻ, ഞാനും നിങ്ങളും ആകുവാൻ അവൻ എന്ത് ചെയ്തു? ദൂതന്മാർക്കാൾ അവൻ താഴ്ച വഹിച്ചു. എന്നാൽ അവന് മാത്രമേ മരണം അവന് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. എബ്രായർ 7:27 വായിക്കുന്നു, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ല നമുക്ക് വേണ്ടിയത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നത്. പക്ഷെ അവരിൽ എന്തില്ല? പാപമില്ലായിരുന്നു. അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ട, ഇന്നും ക്രൈസ്തവ ലോകത്തിന് ഏറ്റവും വലിയ മനസ്സിലാക്കാൻ പ്രയാസമുള്ള ക്രൂശുമായിട്ട് ബന്ധപ്പെട്ട്, കർത്താവ് യേശു ക്രിസ്തു എത്രത്തോളം എന്നെയും നിങ്ങളെയും പോലെ ആയിരുന്നു? ക്രിസ്തുവിന് പാപജഡമുണ്ടായിരുന്നു. എനിക്ക് നിങ്ങൾക്ക് എന്തുണ്ട്? പാപജഡമുണ്ട്. അതേ ജഡം തന്നെയാണോ പാപം വസിക്കുന്ന ജഡം? അല്ലെങ്കിൽ പാപത്തോട്, ഞാൻ പാപം വസിക്കുന്ന ജഡം എന്ന് പറയുന്നില്ല, പാപത്തോട് ചായ്വുള്ള ജഡമാണ്. കാരണം നമ്മൾ ഓരോ വ്യക്തികൾക്കും പാപം ചെയ്യുന്നതാണ് എളുപ്പം, നന്മ ചെയ്യുന്നത് പ്രയാസമാണ്. ഇതേ ശരീരം തന്നെയാണോ ക്രിസ്തുവിനും ഉണ്ടായിരുന്നത്? തിരുവചനം എന്ത് പറയുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ പാപത്തിൻ്റെ അധീനതയിൽ കഴിയുന്ന ജനത്തെ രക്ഷിക്കാൻ വേണ്ടി അവനെ അയച്ചപ്പോൾ അപ്രകാരം സാദൃശ്യമുള്ള ജഡത്തിലേക്കാണ് ക്രിസ്തുവിനെ അയച്ചത്. അവൻ എന്ത് ചെയ്തു? അവന് സ്വതവേ പാപജഡമില്ലായിരുന്നു, പാപത്തിന് സാദൃശ്യമുള്ള ജഡം ഇല്ലായിരുന്നു. അവൻ അത് എന്ത് ചെയ്തു? അവൻ അത് എടുക്കുകയാണ് എനിക്ക് നിങ്ങൾക്കും വേണ്ടി. നമുക്ക് വായിക്കാം റോമർ 8:3-4. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തം വഹിച്ചു. നമുക്ക് ഏത് ജഡമാണുള്ള? പാപജഡം. അതുകൊണ്ട് തന്നെ എന്നെ അതിൽ നിന്ന് രക്ഷിക്കാൻ, ആ വില കൊടുക്കുവാൻ, അതിൽ നിന്നും രക്ഷ നേടി പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ അവൻ ഏത് ജഡമെടുത്തു? പാപജഡമെടുത്തു. നമുക്ക് സദൃശ്യനായി തീർന്നു. ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന് നീതി നിവൃത്തിയാകേണ്ടതിന് ക്രിസ്തു നമുക്ക് വേണ്ടി ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിക്കും. എബ്രായർ 4:14-15 നമ്മൾ വായിക്കുകയാണെങ്കിൽ, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ, എന്നാൽ ഞാൻ പാപം ചെയ്തിട്ടില്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രയും നമുക്കുള്ളത്. നമ്മൾ ഏതെല്ലാം അനുഭവങ്ങളിലൂടെ കടന്നു പോകുമോ, ഏതെല്ലാം പരീക്ഷണങ്ങൾ നമ്മൾ കടന്നു പോകുമോ, അതെല്ലാം ക്രിസ്തു കടന്നുപോയി. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ക്രിസ്തുവിന് വിശന്നോ? വിശന്നു. ക്രിസ്തുവിന് ദാഹിച്ചോ? ദാഹിച്ചു. ക്രിസ്തു കരഞ്ഞോ? കരഞ്ഞു. ക്രിസ്തു പരീക്ഷിക്കപ്പെട്ടോ? വിശപ്പിനാൽ പരീക്ഷിക്കപ്പെട്ടോ? ആദാം പരീക്ഷിക്കപ്പെട്ട പോലെ പരീക്ഷിക്കപ്പെട്ടു. ആരാധനയാൽ പരീക്ഷിക്കപ്പെട്ടു. ദാനിൽ പരീക്ഷിക്കപ്പെട്ടതുപോലെ പരീക്ഷിക്കപ്പെട്ടു. എല്ലാത്തിലും സദൃശ്യനായി തീർന്നു. ഞാൻ ഇതിനെ കുറച്ചുകൂടി ലളിതമാക്കാം. ഇന്ന് ക്രൈസ്തവ ലോകത്തിലുള്ള ഒരു ചർച്ചയാണ് ക്രിസ്തു ഏത് ജഡമാണ് സ്വീകരിച്ചത്. കാരണം ക്രിസ്തു പാപരഹിതമാണ്, അവൻ ഏത് ജഡം സ്വീകരിച്ചു. അത് ഉപയോഗിക്കുന്ന ടേം ഇതാണ്: പാപത്തിന് മുൻപുള്ള ആദാമിൻ്റെ ശരീരമാണോ, പാപത്തിന് ശേഷമുള്ള ആദാമിൻ്റെ ശരീരമാണോ ക്രിസ്തു വഹിച്ചത്? ക്രിസ്തു 4000 വർഷം ശേഷം ഈ ഭൂമിയിലേക്ക് വന്ന സമയത്ത് അവന് ഏത് തരം ശരീരമായിരുന്നോ ഉണ്ടായത്? ഇതാകുന്നു ആ ചോദ്യം. അതിൻ്റെ ഉത്തരം, നമുക്ക് നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാനുള്ള മഹാപുരോഹിതനാകേണ്ടത് സകലത്തിലും നമുക്ക് സദൃശ്യനായി തീർന്നു എന്ന് തിരുവചനം എന്ത് ചെയ്തു? നമുക്ക് വ്യക്തമാക്കുന്നു. കാരണം നമ്മളിലുള്ള പോലെ എല്ലാ കഷ്ടപ്പാടിലും അവൻ എന്ത് ചെയ്തു? സഹിച്ചു. നമുക്ക് വായിക്കാം എബ്രായർ 2:17. അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശ്യനായി തീരുവാൻ ആവശ്യമായിരുന്നു. അവൻ പരിപൂർണമായിട്ടും എനിക്ക് നിങ്ങൾക്ക് സദൃശ്യനായിരുന്നു. നമുക്കുള്ള അതേ ശരീരം തന്നെയാണ് ക്രിസ്തുവിനും ഉണ്ടായിരുന്നത്. ക്രിസ്തു എന്താണ്? ഞാൻ ലോകത്തെ ജയിച്ചിരിക്കാൻ ധൈര്യപ്പെടുവൻ, നിങ്ങൾക്ക് ലോകത്തെ ജയിക്കാൻ സാധിക്കും. അങ്ങനെ ക്രിസ്തുവിനെ എങ്ങനെ പറയാൻ സാധിക്കുന്നു? എൻ്റെയും നിങ്ങളുടെ അതേ പരീക്ഷണത്തിൽ കൂടി ക്രിസ്തു കടന്നുപോയി, പക്ഷെ ക്രിസ്തു ജയിച്ചു. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ നമുക്കുണ്ടാകുന്ന പരീക്ഷണങ്ങൾ, അത് അതിൻ്റെ ആധിക്യം എന്താണ് എന്നെല്ലാം നമ്മുടെ മഹാപുരോഹിതന് അറിയാം. ക്രിസ്തു എന്ന മഹാപുരോഹിതൻ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി വാദിക്കുന്നുണ്ട്. ആ മഹാപുരോഹിതന് അറിയാം. പക്ഷേ അവൻ നമുക്കൊരു മാതൃക വച്ചിട്ട് പോയി നമുക്ക് ആ പാപത്തെ അതിജീവിക്കാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ ആവർത്തിക്കാം, വ്യക്തമാക്കാം. നമുക്ക് പാപജഡമുള്ളത് അല്ലെങ്കിൽ പാപത്താൽ പരീക്ഷിക്കപ്പെടുന്നത് പാപമല്ല.
നമ്മൾ പാപം ചെയ്യുന്നതാണ് പ്രശ്നം. ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കുന്നു, നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത് പാപമല്ല, ആ പ്രവൃത്തി ചെയ്യുന്നതാണ് പാപം. കാരണം ക്രിസ്തുവും പരീക്ഷിക്കപ്പെട്ടു, നമ്മളും പരീക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഒരൊറ്റ വ്യത്യാസമാണ് ഞാനും ഭൂമിയിലേക്ക് വന്ന അവതാരമായ കർത്താവ് യേശു ക്രിസ്തു തമ്മിലുള്ളത്. ഒരൊറ്റ വ്യത്യാസം, ദ നേച്ചർ ഓഫ് ക്രൈസ്റ്റിൽ, ക്രിസ്തുവിൻ്റെ പ്രകൃതത്തിൽ, ജഡത്തിൻ്റെ പ്രകൃതത്തിൽ ഉണ്ടായിരുന്ന മനസ്സ്. തിരുവചനം വ്യക്തമാക്കുന്നു, അവനിലുള്ള അതേ മനസ്സ് തന്നെ നിങ്ങളുണ്ടാക്കരുത്. ലെറ്റ് ദ സെയിം മൈൻഡ് ആസ് ഇൻ ക്രൈസ്റ്റ് ബി ഇൻ യു. ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന് ഉണ്ടായിരുന്ന അതേ മനസ്സ് തന്നെ നമുക്ക് ഉണ്ടാകട്ടെ. എബ്രായർ 4:15 വായിക്കാൽ, നമുക്കുള്ള മഹാവിരോധൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തതെന്നല്ല, പാപമൊഴികിയ സർവ്വത്തിലും. അവൻ പാപം ചെയ്തില്ല, അവന് പരീക്ഷണം വന്നു, പക്ഷെ അവൻ എന്ത് ചെയ്തില്ല? പാപം ചെയ്തില്ല, പക്ഷെ സകലത്തിനും തുല്യനായിരുന്നു. നമ്മൾ ഒരു വ്യക്തി പുതിയതായി ജനിക്കുമ്പോൾ, നിക്കോദെമസിനോട് കർത്താവ് യേശു ക്രിസ്തു വാദിക്കുന്നുണ്ട്, സ്വർഗത്തിൽ കടക്കാൻ എന്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, നീ പുതിയതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം നമുക്ക് അവകാശമാക്കാൻ സാധിക്കില്ല. എന്താണ് ഈ പുതിയ ജനനം? നമ്മൾ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടത്. ഗലാത്യർ 2:20, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ. ദൈവം നമുക്കൊരു പുതിയൊരു ഹൃദയം നൽകും, പുതിയൊരു മനസ്സ് നൽകും. നമ്മൾ സങ്കീർത്തനം 51 വായിച്ചു നോക്കിയാൽ അവിടെ പറയുന്നു, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. അപ്പോൾ പുതുക്കം പ്രാപിച്ച, പുതുതായി ജനിച്ച ഒരു വ്യക്തിയുടെ സ്വഭാവം എന്താണ്? അവൻ്റെ മനസ്സിൽ പുതിയ ഉദ്ദേശമാണ്. അവനുണ്ടാകുന്ന മനസ്സെന്ന് പറഞ്ഞാൽ പാപം ചെയ്യാൻ എളുപ്പമുള്ളതല്ല. അവൻ്റെ മനസ്സിൽ എന്തുണ്ട്? ശക്തിയുണ്ട് പാപത്തെ അതിജീവിക്കാൻ. ആണ് ക്രിസ്തു പലപ്പോഴും പറഞ്ഞതാണ്, ആത്മാവ് ബലമുള്ളത്, എൻ്റെ ജഡമോ ബലഹീനമാണ്. ക്രിസ്തുവിനുണ്ടായിരുന്നത് എൻ്റെയും നിങ്ങൾക്കുണ്ടായ പ്രകൃതമാണ്. പക്ഷേ ക്രിസ്തുവിൻ്റെ മനസ്സ് വാസ് നോട്ട് ആൻ കാർണൽ മൈൻഡ്. മൃഗതുല്യമായ മനസ്സല്ലായിരുന്നു ക്രിസ്തുവിനുണ്ടായത്. ഞാനും നിങ്ങളും പുതിയതായി ജനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അതേ മനസ്സോടെയാണ് ക്രിസ്തു ഈ ഭൂമി ജീവിച്ചത്. നമുക്ക് സകലം നമുക്ക് തുല്യനായിരുന്നു. കാരണം അപ്രകാരം മനസ്സുള്ളതാണ് പാപം, ഇപ്രകാരം ജഡമുള്ളത് പാപമല്ല. നമ്മുടെ ജഡം പാപം ചെയ്യാൻ ചായവുള്ളതാണ്, സമ്മതിച്ചു. പക്ഷേ വേദപുസ്തകം വിളിക്കുന്നത് കാർണൽ മൈൻഡ്, മൃഗതുല്യമായ മനസ്സ്, അതിനാണ് ദൈവം വെറുക്കുന്നത്. ആ മനസ്സിനെ മാറ്റി ഒരു പുതിയൊരു ഹൃദയം നൽകുമെന്ന് സങ്കീർത്തനം 51 ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തു. നിർമ്മലമായ ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ഹൃദയം എന്തിനാണ് കാണിക്കുന്നത്? മനസ്സാണ്. മനസ്സിനെക്കുറിച്ച് നമ്മൾ വീണ്ടും കൂടുതൽ പഠിക്കും. പക്ഷേ ഹൃദയം എന്താണ്? മനസ്സിനെയാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ പുതിയതായി ജനിക്കുമ്പോൾ നമുക്ക് ഏത് മനസ്സാണോ ഉണ്ടാകുന്നത് അതേ മനസ്സാണ് ക്രിസ്തുവിന്. അപ്പോൾ ഞാൻ സംഗ്രഹിക്കാം, ക്രിസ്തു ഒരിക്കൽ പോലും പാപം ചെയ്തില്ല. എന്തുകൊണ്ട്? കാരണം അവൻ്റെ ജഡശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്താൽ അവൻ പാപത്തെ അതിജീവിച്ചു. ദ കോമ്പിനേഷൻ ഓഫ് ഡിവിനിറ്റി ആൻഡ് ഹ്യൂമാനിറ്റി. ക്രിസ്തു തൻ്റെ പരീക്ഷണങ്ങളൊന്നും അതിജീവിച്ചത് അവൻ ദൈവമായിട്ടല്ല അവൻ ചെയ്തത്, അവൻ പരിപൂർണ മനുഷ്യനായിട്ടാണ് ചെയ്തത്. അല്ലെങ്കിൽ പിശാചിന് പറയാം, ഇല്ല, ഈ മനുഷ്യനെ പറ്റിയ മഹാപുരോഹിതനല്ല, മനുഷ്യനെ പറ്റിയ ഉദാഹരണമല്ല. കാരണം ക്രിസ്തു നമുക്കില്ലാത്ത ശക്തികളെ ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കാത്ത ഏതെങ്കിലും കഷ്ടപ്പാടിൽ കൂടെ നമ്മൾ അനുഭവിച്ച ഏതെങ്കിലും കഷ്ടപ്പാടിൽ ക്രിസ്തു കടന്നു പോയിട്ടില്ല എങ്കിലും പിശാചിന് ഇപ്രകാരം പറയാൻ സാധിക്കും, ഇല്ല, അവൻ നമ്മുടെ മഹാപുരോഹിതനല്ല, അവൻ നമ്മുടെ ഉദാഹരണമല്ല. പക്ഷേ നമുക്ക് തുല്യനായി തീർന്നു സകല കാര്യത്തിലും. പക്ഷേ അവൻ്റെ മനസ്സ് മാത്രം അവന് വീഴ്ച ഭവിക്കാത്ത മനസ്സ്. അതേ മനസ്സ് എനിക്കും നിങ്ങൾക്ക് വേണം. അത് ദൈവത്തിന് ആത്മാവ് പറയുന്ന അതേ മനസ്സ് തന്നെ എനിക്കും നിങ്ങളിലും ഉണ്ടാകട്ടെ. ആ മനസ്സ് നമുക്ക് ലഭിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അനുദപിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് പുതിയതായി ജനിക്കാൻ സാധിക്കും. ആ പുതിയ ജനനത്തിൽ ക്രിസ്തുവിൻ്റെ അതേ മനസ്സ്. ക്രിസ്തു എന്ത് ചെയ്തു? സകല പാപത്തെ അതിജീവിച്ചത് അവൻ്റെ പ്രാർത്ഥനയിലാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ക്രൂശ് പിതാവിലേക്ക് കൊടുത്ത വിലയല്ല, പക്ഷെ പിതാവ് നൽകിയ വിലയാണ്. പാപം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വിനാശത്തിലേക്കാണ്. അങ്ങനെ ദൈവം ദൈവവും നമ്മളും തമ്മിൽ വേർപിരിയുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമേ, അടിയങ്ങൾ ക്രിസ്തുവിൻ്റെ മാതൃക പ്രകാരം ക്രിസ്തു ഈ ലോകത്തെ അതിജീവിച്ചപ്പോൾ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. നമുക്കുള്ള അതേ ശരീരം തന്നെയാണ് ക്രിസ്തുവിന് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനുണ്ടായ അതേ മനസ്സ് തന്നെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുവാൻ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആ പ്രാർത്ഥന സ്വർഗത്തിൽ നിന്ന് കേട്ട് ആ പുതിയ ജനനത്തിൻ്റെ അനുഭവം നമുക്ക് തരണമെന്ന് ഞാൻ വച്ച സകല കാര്യങ്ങളും യേശു നാമത്തിൽ തന്നെ. ആമേൻ.